നമുക്കൊരു പരാജയം സംഭവിച്ചാൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും സങ്കടപ്പെടുന്ന മനുഷ്യൻ ആരായിരിക്കും? ആ വ്യക്തിക്കാണ് നമ്മുടെ വിജയങ്ങളെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുക. ജീവിതത്തിൽ നേടിയെടുക്കാനായി ആറ്റുനോറ്റുകൊണ്ട് നടന്നിരുന്ന സ്വപ്നങ്ങൾക്കൊക്കെ മങ്ങലേൽക്കുന്നു എന്ന് ചെറുതായൊരു തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകളോട് പോയി ഒന്ന് സഹായം ചോദിക്കാവുന്നതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സരത്തിന് മുന്നേ തന്നെ ഇന്ത്യ ഉറപ്പിച്ചിരുന്ന ഒരു സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയുടെ വക. അതിനു മുമ്പ് നടന്നിരുന്ന 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2022 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് വേണ്ടി റെക്കോർഡ് നേട്ടത്തോടെ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ഈ നീരജ് ചോപ്ര. പക്ഷേ അന്ന് എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നദീം അർഷാദ് എന്ന താരം സ്വർണ്ണ മെഡൽ നേടി നീരജ് ചോപ്രയെ പിന്നിലാക്കി. പാകിസ്ഥാനെ പറ്റി പറയാതെ തന്നെ നമുക്കറിയാം, ഇന്ത്യയെ ശത്രുക്കളെ പോലെ കാണുന്ന എതിരാളികളാണ്. അന്ന് മത്സരശേഷം തോൽവിയെപ്പറ്റി നീരജ് ചോപ്രയുടെ അമ്മയോട് ചോദിക്കുന്നു. അമ്മ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തോൽവിയിൽ എനിക്ക് തീരെ സങ്കടമില്ല. കാരണം എൻ്റെ സ്വന്തം മകനെ ഇന്ന് 2ാം സ്ഥാനത്താക്കിയ നദീം അർഷാദിനെയും ഞാൻ എൻ്റെ മകനെ പോലെയാണ് കാണുന്നത്. തോൽവിയെയാണ് നമ്മളെല്ലാവരും ഭയപ്പെടുക. എന്നാൽ അതേ തോൽവിയിൽ നമ്മുടെ മാനസികമായ മുറിവുകളെ വെച്ച് കെട്ടാൻ ഒരാളുണ്ടെങ്കിലോ, അങ്ങനെ ഒരാളെ സമ്പാദിക്കുക എന്നതാണ് നമ്മൾ ഈ ജീവിതത്തിൽ ആദ്യം ചെയ്തു വയ്ക്കേണ്ടത്. വിജയം ഒന്നിച്ച് ആഘോഷിക്കും എന്ന് പറയുന്നതിനേക്കാൾ ഏത് തോൽവി വന്നാലും കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന സൗഹൃദങ്ങൾ നമുക്കുണ്ടാകട്ടെ.